കണക്കു പരീക്ഷയിൽ വെറും 51 മാർക്ക്. പലർക്കും അത് നിരാശയുടെ തുടക്കമാകും. എന്നാൽ പവൻകുമാർ ചന്ദനയ്ക്ക് അത് തോൽവിയുടെ അടയാളമായിരുന്നില്ല. മറിച്ച് ഒരു നാൾ ആകാശം കീഴടക്കണമെന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടായി അദ്ദേഹം അതിനെ മാറ്റുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായി ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുമ്പോൾ അതിനു പിന്നിലെ ഏറ്റവും വലിയ വിജയകഥകളിലൊന്നായി പവൻകുമാറിന്റെയും സുഹൃത്ത് നാഗഭരതിന്റെയും ജീവിതയാത്ര മാറുകയാണ്. ഇവർ ചേർന്ന് സ്ഥാപിച്ച സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ച വിക്രം 1 മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടു. റോക്കറ്റിന്റെ ആവിയോണിക് സംവിധാനങ്ങളുടെ രൂപകൽപ്പന മുതൽ അസംബ്ലിയും നിർണായക പരീക്ഷണങ്ങളും വരെ ഹൈദരാബാദിലെ കമ്പനിയുടെ കേന്ദ്രത്തിലാണ് പൂർത്തിയാക്കിയത്. വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ ആന്ധ്രാപ്രദേശ് മന്ത്രി നാരാ ലോകേഷും നിരവധി വിദ്യാർത്ഥികളും ശ്രീഹരിക്കോട്ടയിലെത്തിയിരുന്നു. ദൌത്യം വിജയിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രോ ശാസ്ത്രജ്ഞരെയും സ്കൈറൂട്ട് സംഘത്തെയും അഭിനന്ദിക്കുകയും ചെയ്തു. ഹൈദരാബാദിലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് പവൻകുമാർ ചന്ദന വളർന്നത്. ബാല്യകാലം മുതൽ യന്ത്രങ്ങളോടും സാങ്കേതിക വിദ്യയോടും വലിയ കൗതുകമുണ്ടായിരുന്നെങ്കിലും പഠനത്തിൽ തുടക്കത്തിൽ അദ്ദേഹം മികവ് പുലർത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് കണക്കു പരീക്ഷയിൽ ലഭിച്ച 51 മാർക്ക് അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയെങ്കിലും പിതാവിന്റെ പ്രോത്സാഹനം ജീവിതത്തിന്റെ ദിശ മാറ്റി. കഠിനാധ്വാനത്തിലൂടെ ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തുടർന്ന് IIT ഖൊരഗ്പൂരിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ പവൻ ഉയർന്ന ശമ്പളമുള്ള സ്വകാര്യ ജോലി സ്വീകരിക്കുന്നതിന് പകരം തന്റെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. ഇസ്രോയിൽ ചേർന്ന അദ്ദേഹം 6 വർഷം സേവനമനുഷ്ഠിക്കുന്നതിനിടെ GSLV മാർക്ക് 3 റോക്കറ്റിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു. ആ സംഭാവന അദ്ദേഹത്തിന് ഇന്നൊവേഷൻ അവാർഡും നേടിക്കൊടുത്തു. എന്നാൽ മറ്റൊരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലുപരി സ്വന്തം സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിരുന്നു പവന്റെ ആഗ്രഹം. അതാണ് 2018 സുഹൃത്തും IIT ബിരുദധാരിയുമായ നാഗഭരത്തിനൊപ്പം ചേർന്ന് സ്കൈറൂട്ട് എയ്റോസ്പേസ് സ്ഥാപിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ആരംഭകാലത്ത് വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. എന്നാൽ ആശയത്തിലും കഴിവിലും വിശ്വാസം പുലർത്തിയ നിക്ഷേപകർ ഒപ്പമെത്തി. IITയിലെ സീനിയറും ഫ്ലിപ്കാർട്ടിന്റെ സഹസ്ഥാപകനുമായ ബിന്നി ബൻസാൽ 1.5 മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തിയതോടെ കമ്പനിക്ക് പുതിയ കരുത്തായി. ആ പിന്തുണയെ കഠിനാധ്വാനത്തോടെ വിജയമാക്കി മാറ്റിയ ടീമാണ് ഇന്ന് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചത്. പവൻകുമാറിന്റെ ജീവിതം ഒരു കാര്യം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. വിജയത്തിലേക്കുള്ള വഴി എല്ലായ്പ്പോഴും ഉയർന്ന മാർക്കുകളിലൂടെ മാത്രമല്ല. ആത്മവിശ്വാസവും അധ്വാനവും സ്വപ്നങ്ങളിൽ ഉറച്ച വിശ്വാസവുമുണ്ടെങ്കിൽ ഒരു കാലത്ത് 51 മാർക്ക് നേടിയ വിദ്യാർത്ഥിക്കും രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർക്കാൻ കഴിയും. ആദ്യ സ്വകാര്യ നിർമ്മിത റോക്കറ്റായ വിക്രം 1 ചരിത്രം കുറിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാമത്തെ വിക്ഷേപത്തറയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 12:05 കുതിച്ചുയർന്ന വിക്രം 16 മിനിറ്റിൽ 452 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തി. വിക്രം 1 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത വിക്ഷേപണ വാഹനമാണ്. 11:30 നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം 5 മിനിറ്റിനു മുമ്പ് നാടകീയമായി മാറ്റിയത് ആശങ്കയുണ്ടാക്കിയിരുന്നു. കാറ്റ് വീശുന്നതിനാലും ആകാശം മേഘാവൃതമായതിനാലും അവസാനഘട്ട പരിശോധന കാര്യക്ഷമമാക്കുന്നതിനാണ് നാവിഗേഷൻ ടീം കൂടുതൽ സമയമെടുത്തതെന്നാണ് വിവരം. തുടർന്ന് 11:45 കൗണ്ട് ഡൌൺ പുനരാരംഭിച്ചത്. ദൌത്യം വിജയിച്ചെന്ന് ISROയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസിന്റെ ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്ക 12:25 അറിയിച്ചു. വിജയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വേദിയിൽ വെച്ച് പവൻകുമാർ ഗോയങ്കയുടെ ഫോണിൽ വിളിച്ച് സ്കൈറൂട്ട് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 8 മിനിറ്റോളം പ്രധാനമന്ത്രി സംസാരിച്ചു. വിക്ഷേപണത്തിന് സാക്ഷിയാകാൻ ISRO ചെയർമാൻ V നാരായണൻ, മുൻ ചെയർമാൻമാരായ ഡോക്ടർ S സോമനാഥ്, ഡോക്ടർ K രാധാകൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല എന്നിവർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.